ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കോട്ടയം സ്റ്റൈലിലൊരു വാള കറി വെച്ചെടുത്തതാണ്. നല്ല കുറിയ ചാറോടുകൂടിയുള്ള ഈ വാള കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം. മീൻ കറി വെക്കുന്നതിനായിട്ട് ഞാൻ 1 കിലോ വാള മീനാണ് എടുത്തിരിക്കുന്നത്. വാള കറി വെക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ 1 കിലോ മീനിന് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ച് വെക്കാം. അപ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമുക്കിത് മാറ്റി വെക്കാം. മീൻ കറി വെക്കുന്നതിന് ഞാനൊരു ഇടത്തരി കഷ്ണം ഇഞ്ചിയും 7 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. മീൻ കറി വെക്കുന്നതിന് ഞാനൊരു മീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാള നല്ല നെയ്യുള്ള മീനാണ്, അതുകൊണ്ട് അധികം എണ്ണയൊന്നും ഒഴിക്കണ്ട. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി ചുമന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ച മുളകും മല്ലിപ്പൊടിയും എല്ലാം കൂടെ നല്ല പേസ്റ്റ് പരുവായി അതിട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എണ്ണയൊക്കെ വളരെ കുറവാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. മീൻ കറി വെച്ച് കഴിയുമ്പോൾ നല്ല നെയ്യായിരിക്കും ആ മീനിൻ്റേത്. മുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 കഷ്ണം പുളി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഈ പുളിവെള്ളം ഈ അരപ്പും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ മുളകെടുത്ത പാത്രത്തിനകത്ത് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മീനിൻ്റെ അരപ്പൊന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ സമയത്തൊന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. പുളി നന്നായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. നമുക്ക് തിളപ്പിച്ചെടുക്കാം. അരപ്പെല്ലാം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് ഈ മീൻ ചാറിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് മീനൊന്ന് വേവിച്ചെടുക്കാം. മീൻ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമുക്ക് ഈ മീൻ കറി ഒന്ന് നോക്കാം. മീൻ വെന്ത് ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. നെയ്യുള്ളത് കൊണ്ടാണ് എല്ലാം തെളിഞ്ഞിട്ടുമുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാള മീൻ കറി റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.